വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ, തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്കൊരു പ്രഭാതം കൂടെ ദാനമായി തന്ന ദൈവത്തിൻ്റെ മഹത്തായ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്റക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മുടെ ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കായി നൽകിയ വചനം 46-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യം വളരെ സുപരിചിതമായ വാക്യമാണ്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. എത്രയോ പ്രാവശ്യം നാം ഉരുവിട്ട വാക്യം. പലപ്പോഴും നാം ഈ വാക്യം പറഞ്ഞ് ഈ വചനം ഏറ്റെടുത്ത് നമ്മുടെ വിഷയങ്ങളിൽ, പ്രശ്നങ്ങളിൽ നമ്മൾ ആശ്വസിക്കാറുണ്ട്, പ്രത്യാശ പുതുക്കാറുണ്ട്. ദൈവത്തോടുള്ളതായ ബന്ധം കൂടുതൽ അടുപ്പിക്കുവാൻ നാം നോക്കിയിട്ടുണ്ട്. പല കഷ്ടങ്ങളിലും, പ്രയാസങ്ങളിലും, സങ്കടങ്ങളിലും ആശ്വാസം കൊള്ളുവാൻ ഈ വചനത്തെ നാം ആശ്രയിച്ചിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവചനത്തിൽ നാം നോക്കുമ്പോൾ നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക, എന്നാൽ ഞാൻ അതിനെ നിറയ്ക്കാം എന്നെഴുതിയിട്ടുണ്ട്. എന്നോട് നിലവിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളും എന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. നിന്റെ വഴികൾ എന്നെ ഫലമേൽപ്പിക്കുക, ഞാനത് നിർവഹിക്കും എന്ന് ദൈവം നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. എന്നോട് നിലവിളിക്കുന്നവനെ ഞാൻ കൈവിടുകയില്ല, വിളിച്ചപേക്ഷിപ്പീൻ, ഞാൻ ഉത്തരം അരുളും എന്നൊക്കെ പല കാര്യങ്ങളിൽ പലയിടത്തും നമ്മുടെ ശബ്ദം ഉയർത്തുന്നതിനും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതിനുമൊക്കെ നമ്മളെ ആഹ്വാനം ചെയ്യുന്നതായ വചനങ്ങൾ നൂറ്റുകണക്കിന് തിരുവചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. എന്നാൽ ഇവിടെ ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. അതിൻ്റെ അർത്ഥം നമ്മൾ മിണ്ടേണ്ടിടമുണ്ട്, സംസാരിക്കേണ്ടിടമുണ്ട്, സംസാരിക്കരുതാത്തിടമുണ്ട് എന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. എല്ലായിടത്തും സംസാരിപ്പാൻ നമുക്ക് അനുവാദമില്ല. എല്ലായിടത്തും സംസാരിക്കാതിരിക്കുവാനും നമുക്ക് ഉപദേശമില്ല. ചിലയിടങ്ങളിലെല്ലാം നമ്മുടെ ശബ്ദം ഉയർത്തണം, ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം, ദൈവത്തോട് കാര്യങ്ങൾ പറയണം, വായ വിസ്താരത്തിൽ തുറക്കണം, നമ്മുടെ സങ്കടങ്ങൾ വിളിച്ചു പറയണം. കർത്താവിനെ എപ്പോഴും ദൈവത്തോടുള്ളതായ ബന്ധം നാം സ്ഥാപിക്കണം. നമ്മുടെ ശബ്ദത്തിലുള്ളതായ ആ വലിയ വിളികളാണ് പലപ്പോഴും ദൈവം സ്വർഗത്തിൽ നിന്ന് കേട്ട് നമുക്ക് ഉത്തരം അരുളുവാൻ അത് സാധ്യമാക്കി തീർക്കുന്നത്. ഇവിടെ ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് പറയുകയാണ്, മിണ്ടാതിരിക്കണം. കാരണം നമ്മൾ മിണ്ടിയാൽ അത് നമ്മുടേതായിപ്പോവും, അഭിപ്രായം നമ്മുടെ ആയിപ്പോവും. നമ്മൾ ആ അഭിപ്രായത്തിൽ അങ്ങ് റൈസ് ആകും. ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാൻ നമ്മളെ കൊണ്ടാകാതാകും. നമ്മൾ സംസാരിക്കുന്നിടത്ത് ദൈവം കടന്നു വരികയില്ല. ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ നടത്തിപ്പും ചില വിഷയങ്ങളിൽ അറിയുവാൻ നമ്മൾ മൗനമായിരിക്കണം. നമ്മളെല്ലാം പലയിടങ്ങളിലും തെറ്റ് അല്ലെങ്കിൽ തോറ്റുപോകുന്നതായ ഒരു സന്ദർഭമാണ്. പലപ്പോഴും തോക്കുന്നു. നമ്മൾ സങ്കടങ്ങൾ വരുമ്പോൾ നമ്മുടെ ശബ്ദത്തെ ഉയർത്തുന്നു, പരാതിപ്പെടുന്നു, വിഷയങ്ങളെ പലയിടത്തും ഉന്നയിക്കുന്നു. എന്നാൽ ദൈവം അതിന്മേൽ ചില പ്രവൃത്തികൾ ദൈവത്തിനുണ്ടെങ്കിൽ നമ്മൾ എത്ര ശബ്ദം ഉയർത്തിയാലും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വാക്ക് പോലും, ഒരു പ്രതികരണവും ഉണ്ടാവുകയില്ല. അങ്ങനെയാണ് ദാവീദ് പലപ്പോഴും ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ, ദൈവമേ നീ മിണ്ടാതിരിക്കുന്നതെന്ത്, എൻ്റെ നിലവിളിക്ക് നീ ചെവി അയക്കാത്തതെന്ത്, ഞാൻ എത്ര നിലവിളിച്ചിട്ടും നീ ഉത്തരം അരുളുന്നില്ലല്ലോ, നീ എന്നെ കൈവിട്ടോ എന്നൊക്കെ ദാവീദ് പരിഭവത്തോടുകൂടെ ചോദിക്കുകയാണ്. ഇവിടെ ഇതാ 46-ാം സങ്കീർത്തനത്തിൽ മിണ്ടാതിരുന്ന് നമ്മുടെ ഗർവങ്ങളെ എല്ലാം അടക്കി താഴ്മയോട് ദൈവസന്നിധിയിൽ മിണ്ടാതിരിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചില പ്രവൃത്തിക്കായി ദൈവം എഴുന്നേറ്റ് വരും. ഒരു പ്രിയ സഹോദരനെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. അദ്ദേഹം വളരെ മാതൃകയുള്ളവനും സൗമ്യതയുള്ളവനും. അദ്ദേഹത്തിൻ്റെ സൗമ്യതയിൽ പലപ്പോഴും എനിക്ക് തന്നെ അതിശയം തോന്നിയിട്ടുണ്ട്. തന്നെ ഒരാൾ അടിക്കാൻ ചെന്നാലും താൻ ചിരിച്ചുകൊണ്ട് നിൽക്കും. അത്രയ്ക്ക് സൗമ്യതയുള്ള ഒരു മനുഷ്യൻ, മാന്യനായ ഒരു വയോധികനായ ഒരു മനുഷ്യൻ. അനേക നാളുകൾ മിലിറ്ററി സർവീസിലൊക്കെ താൻ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ ഒരു മിലിറ്ററി ഓഫീസർ ആയിരുന്നു എന്ന് തൻ്റെ ഇടപാടിലൊന്നും നമുക്ക് മനസ്സിലാകുകയില്ല. മാന്യനായ മനുഷ്യൻ. ഒരിക്കൽ അദ്ദേഹവും ഞാനും കൂടെ ഒരു കൺവെൻഷനിൽ അതിൻ്റെ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വാഹനം മാറ്റിയിടുന്നതിനെക്കുറിച്ച് സെക്യൂരിറ്റി സംസാരിച്ചു. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് അദ്ദേഹത്തിന് ക്ഷോഭം വന്നു. പെട്ടെന്ന് ആ സെക്യൂരിറ്റിയോട് സംസാരിച്ചു. ഞാൻ തന്നെ അങ്ങ് അതിശയിച്ചു പോയി. ഇദ്ദേഹം എന്താ വളരെ സൗമ്യനാണല്ലോ, ഇദ്ദേഹം എന്താ ഇങ്ങനെ ക്ഷോഭിച്ചത്? അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പറഞ്ഞു വന്ന് അദ്ദേഹം പഴയ മിലിറ്ററി ഓഫീസേഴ്സിനെ
വിളിക്കുമെന്നുവരെയായി. അത്രയ്ക്ക് താനങ്ങ് ചൂടായി. നോക്കൂ, തൻ്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ട സംസാരം, ആവശ്യമില്ലാത്ത സംസാരം. വാഹനം മാറ്റുകയേ വേണ്ടൂ. പക്ഷെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നീ ആര്, ഞാൻ ആര്, നിങ്ങൾ എന്ത് ചെയ്യും, എന്നെ എന്ത് ചെയ്യും, മാറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നായി. ഒരിക്കലും ജീവിതത്തിൽ അദ്ദേഹം അങ്ങനെ ആരോടും ഇടപെട്ടിട്ടില്ല. എന്നാൽ ഒരു ദുർബല നിമിഷം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം വിട്ട് ദൈവേഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയായി തീർന്നു. അത് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുവന്നു. ആ പ്രശ്നം അവിടെ വെച്ച് തീർന്നില്ല. അത് വീണ്ടും ഭയങ്കര വലിയ വലിയ പ്രശ്നങ്ങൾക്ക് വഴി തുറക്കുന്ന ഒരാരംഭം ഇടുന്ന വിഷയമായിട്ട് മാറി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ എത്ര വിശുദ്ധന്മാരാണെന്ന് പറഞ്ഞിരുന്നാലും ശരി, ചില നിമിഷത്തിൽ നമ്മുടെ നിയന്ത്രണം നമ്മളെ വിട്ടു പോകും. അതുകൊണ്ട് ഈ വചനം എന്ന് പറയുന്നത് നമ്മെ ഭയപ്പെടുത്തുന്ന വചനമാകണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഉരുവിട്ട് നമ്മളെ തന്നെ നിയന്ത്രിക്കുവാൻ ഉപയോഗിക്കേണ്ട ഒരു തർജ്ജമകളും ഈ വാക്യത്തിന് മുൻപിലില്ല. അല്ലെങ്കിൽ ഒരു ആശയങ്ങളും ഇതിൻ്റെ മുൻപിൽ പങ്കുവയ്ക്കേണ്ടതായിട്ടില്ല. ഡയറക്റ്റ് ആക്ഷനാണ്, ഡയറക്റ്റ് മീനിങ് ആണ്, ഡയറക്റ്റ് റിവലേഷനാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഈ പ്രഭാതത്തിൽ പറയുന്നത്, നിന്റെ പ്രശ്നങ്ങളിൽ പലപ്പോഴും നീ കലങ്ങുന്നവനായിട്ടുണ്ട്, ഞാൻ കലങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭവിഷ്യത്തുകൾ പലപ്പോഴും എനിക്ക് തന്നെ ലജ്ജയായി തീർന്നിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തീരുമാനിച്ചപ്പോൾ അല്പാൽപമായി പല വിഷയങ്ങളുടെയും മുൻപിൽ മൗനമായിരിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കുവാൻ ദൈവം കൃപ തന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേക വിഷയങ്ങൾ നമ്മുടെ ഭാഗത്ത് ഒരുപാട് നീതി ഉണ്ടായിരിക്കും, നമ്മുടെ ഭാഗത്ത് ഒരുപാട് കറക്റ്റായിരിക്കും, നമ്മളായിരിക്കും ശരി, നമ്മൾ പറയുന്നതായിരിക്കും കാര്യങ്ങളുടെ എല്ലാം ഗൗരവമേറിയതായ ഭാഗം. പക്ഷെങ്കിൽ ദൈവം ആ വിഷയത്തിൽ മൗനമായിരിക്കുന്നതിനൊരു കാരണമുണ്ട്. നീ എത്രത്തോളം മിണ്ടാതിരുന്ന് ദൈവം ശക്തനെന്ന് അവിടെ തെളിയിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു, അത് ദൈവം നോക്കിക്കൊണ്ടിരിക്കും. നാം മൗനമായിരുന്ന് നമ്മുടെ വിഷയങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുക്കുമ്പോൾ ആ വിഷയത്തിലൊക്കെയും ദൈവത്തിന് വലിയൊരു തീരുമാനം എടുക്കുവാനുള്ള ഒരു സാവകാശം കിട്ടും. നീയാണോ ശരി, അവനാണോ ശരി, അല്ലെങ്കിൽ മറ്റവരാണോ ശരി എന്നുള്ളത് സ്വർഗം തീരുമാനിക്കുന്നതിനുള്ള ഒരു സാവകാശം നമ്മൾ വിട്ടുകൊടുക്കണം. നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ കാണും, നമ്മുടെ കുഞ്ഞുങ്ങളുമായി പ്രശ്നം കാണും, കുടുംബ പ്രശ്നം കാണും, ഭാര്യയും ഭർത്താവുമായി പ്രശ്നം കാണും, അല്ലെങ്കിൽ വെളിയിൽ നാം ജോലി ചെയ്യുന്നിടത്ത് വിഷയം കാണും. അനുദിന ജീവിതത്തിൽ ഇതെപ്പോഴും നമുക്ക് ആപേക്ഷികമായിട്ടുള്ളതായ ഒരു വചനമാണ് മിണ്ടാതിരിക്കുക. എപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് സഹായം അരുളി ദൈവത്തോട് ചോദിക്കുന്നത് അത് വേറൊരു വിഷയം. എന്നാൽ നിന്റെ ശത്രുവിൻ്റെ മുൻപിൽ വെച്ച് നീ ആക്ഷേപിക്കപ്പെടാതിരിക്കാൻ, പരിഹസിക്കപ്പെടാതിരിക്കാൻ, തോറ്റുപോകുവാൻ, താഴ്ത്തപ്പെടുവാനുള്ള അവസരം നാം കൊടുക്കാതിരിക്കണമെങ്കിൽ ഈ വചനം നമ്മൾ മുറുകെ പിടിച്ചാൽ മതി. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ദൈവമാണ് നമ്മോട് പറയുന്നത്, നീ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇടപെടാൻ കഴിയുള്ളൂ. നീ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിന്റെ ശത്രുവിനോട് ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. നമ്മൾ എപ്പോഴും ശത്രു സംഹാരമാണ് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ശത്രുവിനെ താഴ്ത്തിക്കളയുന്ന, ഇകഴ്ത്തിക്കളയുന്നതായ ഒരു നടപടിയായിരിക്കാം ദൈവത്തിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. പക്ഷെങ്കിൽ ദൈവമോ ചിലപ്പോൾ നമ്മുടെ ശത്രുക്കളെ നമ്മോട് അടുപ്പിക്കുവാനായിരിക്കും ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർഗം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് യാതൊരു കാരണവശാലും നിന്റെ ശത്രു നശിച്ചു പോകരുത്. നീയുമായിട്ടുള്ള ഒരു പ്രശ്ന വിഷയത്തിൽ ദൈവമാരെന്ന് അവൻ ഗ്രഹിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് ഇടപെടുവാനുള്ള ഒരു സാവകാശം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് മഹത്തായ ഒരു രീതിയിലേക്ക്, ഒരു അവസരത്തിലേക്ക് ദൈവം അതിനെ ഏറ്റെടുക്കും. ഭക്തന്മാരുടെ ജീവിതം മിണ്ടാതിരുന്ന് ദൈവത്തെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു അനുഭവമാണ്. നാം ആദ്യകാല വിശുദ്ധന്മാരെ നാം ശ്രദ്ധിക്കുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ അങ്ങനെയുള്ളതായ ചില അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ വിശ്വാസ ജീവിതം ഇത്ര മഹത്താതായി ലോകത്തിൻ്റെ മുൻപിൽ ഇത്രമാത്രം ഉയർത്തപ്പെട്ടിരിക്കുന്നത്. ഒരിക്കൽ ഒരു ചിന്തകനായ ഒരാൾ അടുത്ത കാലത്ത് ഒരു ടെലിവിഷൻ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, ക്രിസ്തു മതക്കാർക്ക് അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസികൾക്ക് ഒരു പ്രശ്നമുണ്ട്. അവരുടെ പല വിഷയങ്ങളും അവർ മൗനമായിരിക്കുന്നതിനാൽ അവരുടെ ദൈവത്തിൽ ആശ്രയിക്കപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നിരിക്കുന്നതായ പ്രത്യാശ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നമുക്കായി ശബ്ദിച്ചു, നമ്മൾ നമുക്കായി വാദിച്ചു, നമ്മൾ നമുക്കായി അനേകം പരാതിപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ അനേകം പ്രാവശ്യം ശത്രുവിൻ്റെ മുൻപിൽ
അപമാനിക്കപ്പെട്ടതിൻ്റെ കാരണം നമ്മുടെ വായ തുറന്നതുകൊണ്ടാണ്, നമ്മുടെ ശബ്ദം ഉയർത്തിയത് കൊണ്ടാണ്. എന്നാൽ മൗനമായിരിക്കുന്ന പല സാഹചര്യങ്ങളിലും ഒരിടത്തും മൗനമായിരുന്നിടത്ത് അവർ തോറ്റുപോയില്ല. അത് വലിയൊരു തത്വമാണ്. എവിടെയെല്ലാം ഭക്തന്മാർ അവരുടെ വിഷയങ്ങളിൽ മൗനമായിരിക്കുവാൻ അവരഭ്യസിച്ചിട്ടുണ്ടോ അവിടെയൊന്നും ഈ വചനം അരുളി ചെയ്തവനായ ദൈവം ഒരിക്കലും അവരെ താഴ്ത്തിക്കളഞ്ഞിട്ടില്ല, അവരെ മറന്നു കളഞ്ഞിട്ടില്ല, അവരെ നിറപടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരും. മൗനമായി ദൈവം ആരെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന പോലെ ഉടനടി ദൈവം ചില ക്രിയകൾ ചെയ്യുവാൻ ഇറങ്ങി വന്നെന്നിരിക്കത്തില്ല. എന്നാൽ സാവകാശം ചില ദിവസങ്ങൾക്കുള്ളിൽ, ചില നാഴികകൾക്കുള്ളിൽ, ചില മാസങ്ങളോ വർഷങ്ങളോ ദൈവത്തിന്റെ പ്രവൃത്തിക്കായിട്ട് ദൈവം എടുത്തെന്നിരിക്കും. ദൈവത്തിന്റെ സന്നിധിയിൽ ഓരോ കാര്യത്തിലും ഒരു പദ്ധതിയുണ്ട്, ഒരു സാവകാശമുണ്ട്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ശലോമോൻ പറയുമ്പോൾ ചിലയിടത്തൊക്കെ ഒരു കല്ല് കൂട്ടിയിട്ടിരുന്നതായി ഒരു മലയെ കണ്ടുകൊണ്ട് താൻ പറയാണ്, പെറുക്കി കൂട്ടുവാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടുവാൻ ഒരു കാലം. പിന്നീട് വേറൊരിടത്തോട്ട് ചെന്നപ്പോൾ അവിടെ നിന്ന് കല്ലുകളെല്ലാം പെറുക്കിക്കളഞ്ഞിരിക്കുന്നത് കണ്ടു, കൃഷിക്ക് യോഗ്യമായിരിക്കുന്ന സ്ഥലങ്ങൾ കണ്ടു. അദ്ദേഹം ഉടനെ പറയാണ്, കല്ല് പെറുക്കി കളയുവാൻ ഒരു കാലം, പെറുക്കി കൂട്ടുവാൻ ഒരു കാലം. അപ്പോൾ ഇതെല്ലാം ദൈവം വെച്ചിരിക്കുന്നതായ ചില അളവുകളും ചില പ്രവൃത്തികളുമാണ്. നമ്മുടെ ജീവിതത്തിൽ കല്ലുകളെന്ന് പറഞ്ഞാൽ വളരെ കർശന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ ഭാരമേറിയ കാര്യം. കല്ല് പെറുക്കിക്കൂട്ടെന്ന് പറഞ്ഞാൽ ഭാരത്തിൻ്റെ മേളിൽ ഭാരം. എത്ര ഭാരം, ഒരു ഭാരം നീങ്ങുന്നതിന് മുമ്പ് ഇതാ വേറൊരു ഭാരം വരുന്നു, വേറൊരു ശത്രു കല്ലെറിയുന്നു. അങ്ങനെ പല ചുറ്റുപാടും നോക്കുന്നവരെല്ലാം അപ്രതീക്ഷിതമായ സ്ഥാനങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായ വ്യക്തികളെല്ലാം നമ്മൾ ഒരിക്കലും വിശ്വസിക്കാതെ അല്ലെങ്കിൽ കരുതിയിരിക്കാത്ത ചിലരൊക്കെ കല്ലുകൾ വീണ്ടും കൊണ്ടിടുന്നതായിട്ട് കാണും. ഭാരം കൊണ്ടുവരിക, നമുക്ക് വഹിക്കാൻ കഴിയാത്ത രീതിയിൽ ഭാരങ്ങൾ കൂടി വരും. എന്നാൽ ഒരു നിമിഷം ദൈവം ശക്തനെന്ന് നമ്മുടെ മുൻപിൽ തെളിയിക്കുവാൻ ദൈവം മനസ്സ് വയ്ക്കുമ്പോൾ, സ്വർഗം നമ്മുടെ വിഷയങ്ങളെ ഏറ്റെടുക്കുമ്പോൾ, ഓരോ ഭാരങ്ങളും ദൈവം അത് മാറ്റിക്കൊണ്ടുവന്ന് അത് കൃഷിക്ക് യോഗ്യമായൊരു സമഭൂമിയാക്കി ദൈവം അതിനെ മാറ്റുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. ഈ പ്രഭാതത്തിൽ നാം ചിന്തയ്ക്കായി വായിച്ച വേദഭാഗത്തിലേക്ക് വീണ്ടും വരാം. 46 സങ്കീർത്തനത്തിന്റെ 10 വാക്യം, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിലും ജാതികളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാത്ത, ഒരു ദൈവങ്ങളെയും മാനിക്കാത്ത ചിലരുടെ മുൻപിലും, ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സൃഷ്ടിയായ ഭൂമിയുടെ മുൻപിലും ദൈവം ഉന്നതനെന്ന് വെളിപ്പെടുത്തേണ്ടതായ ചില സാവകാശങ്ങൾ ദൈവത്തിന് അവകാശപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മളോട് പറയാണ്, ദൈവത്തെ അറിയുന്ന ചിലരോട് പറയാണ്, വിശ്വാസ ജനങ്ങളോട് പറയാണ്, ക്രിസ്തീയ വിശ്വാസികളോട് പറയാണ്, ദൈവത്തിൽ ആശ്വസിക്കുന്നവരോട് പറയാണ്, ദൈവത്തിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവരോട് പറയാണ്, ദൈവം എഴുന്നേൽക്കുവാൻ ആഗ്രഹിക്കുന്നവരോട് പറയാണ്, നീ മിണ്ടാതിരുന്ന് ദൈവം ആരെന്ന് അറിഞ്ഞുകൊള്ളുക, ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക, നിന്റെ ഭാരങ്ങളെ അവൻ വഹിക്കുന്നെന്ന് വിശ്വസിക്കുക. അങ്ങനെ നീ വിശ്വസിക്കുമ്പോൾ, നീ ദൈവത്തിന്റെ സന്നിധിന്റെ ഭാരങ്ങളെ ഏറ്റെടുക്കുമ്പോൾ, നമ്മുടെ മുൻപിൽ നമുക്കൊരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോഴുണ്ടല്ലോ, കഴിഞ്ഞ വർഷത്തിലൊക്കെയും അല്ലെങ്കിൽ ഈ കടന്നു പോകുന്ന 2025 നമ്മൾ എത്ര പ്രാവശ്യം നമ്മുടെ ഭാരങ്ങളെ വഹിക്കാൻ നോക്കി, നമ്മളെക്കുറിച്ച് പരാതിപ്പെടാൻ നോക്കി, നമ്മളെ പലയിടത്തും നമ്മുടെ നിരപരാധിത്വം വെളിപ്പെടുത്തുവാൻ നോക്കി. പക്ഷേ അവിടെയൊക്കെയും ദൈവം നമ്മെ തോൽപ്പിച്ചിട്ടുള്ളതായ ചില സന്ദർഭങ്ങൾ കാണും. നമ്മുടെ മനസ്സ് വേദനിച്ചിട്ടില്ലേ? അതിൻ്റെ അർത്ഥം ദൈവം നിന്നെ കൈവിട്ടതല്ല. ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് നാം അധികാരം കൊടുക്കാഞ്ഞ, സാവകാശം കൊടുക്കാത്ത ചില വിഷയത്തിൽ ദൈവം നമ്മോട് കോപിച്ചിട്ടുള്ള സന്ദർഭങ്ങളെക്കുറിച്ച് നമ്മെ ബോധവന്മാരാക്കുകയാണ്. ഈ പ്രഭാതയാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്റെ ഭാരം എത്ര വലുതാണെങ്കിലും, നിന്റെ കണ്ണുനീർ എത്ര വലുതാണെങ്കിലും, നിന്റെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും, നീ അതിനകത്ത് കുറ്റക്കാരനെങ്കിലും കുറ്റക്കാരനല്ലെങ്കിലും, നീ കുറ്റക്കാരനെങ്കിൽ നിന്റെ പാപത്തെ ക്ഷമിച്ച് നിന്നെ കുറ്റവിമുക്തനാക്കുവാൻ, നീ കുറ്റക്കാരനല്ലെങ്കിൽ നിന്റെ നീതി വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിന് സാവകാശം കൊടുക്കുമെങ്കിൽ, അങ്ങനെയുള്ള ഒരു വരും നാളുകളിൽ നിന്റെ ജീവിതത്തിൽ പ്രത്യാശയുള്ള ഒരു ജീവിതം, സന്തോഷമുള്ള ഒരു ജീവിതം, അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതം നിന്റെ കുടുംബത്തിലും ദേശത്തിലും നിന്റെ വിശ്വാസ ജീവിതത്തിലും ഉണ്ടാകുവാൻ അത് കാരണമായി തീരും. ഈ പ്രഭാതത്തിൽ ദൈവം അതിന് ധാരാളമായ കൃപ നൽകുമാറാകട്ടെ. പ്രശ്നങ്ങളുടെ മുൻപിൽ മിണ്ടാതിരുന്ന് ദൈവം വന്നറിഞ്ഞുകൊള്ളുവാൻ നമുക്ക് വലിയ ശക്തിയും കൃപയും ദൈവം തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.